പിന്നെയുള്ളത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള ചില ടെൻഷൻസ് വരാനുണ്ട്. ചിലവരത് മൈൻഡ് ആക്കില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാൻ നല്ലോണം ഫ്രീക്ക് ഔട്ട് ആവും. ഫ്രീക്ക് ഔട്ട് അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്ന കുറച്ച് എനിക്ക് ചിലപ്പോൾ പിടിക്കും. അല്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ റോഡ് റേജ് എന്നുള്ള ഒരു സാധനം തുടങ്ങിയത് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതിന്റെ ശേഷം. വാട്ട് റേജസ് ആങ്കർ, ആ ദേഷ്യം എനിക്ക് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതിന്റെ ശേഷം റോഡ് റേജ് എന്നുള്ള ഒരു സാധനം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താ പറയുക, കോമഡിയാണ്. റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടും ഫുൾ കോൺഫിഡൻസിൽ. ഒന്നെങ്കിൽ നേരെ പൊക്കോണ്ടിരിക്കും, അവർക്ക് ഇൻഡിക്കേറ്ററിന്റെ ഒരു ബോധമേ ഉണ്ടാവില്ല. അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റിലേക്ക് ഫുൾ കോൺഫിഡൻസിൽ തിരിക്കും. അപ്പൊ ഞാനിങ്ങനെ എന്നിട്ട് ഞാനിങ്ങനെ കാർ ഇങ്ങനെ നിർത്തും. എന്നിട്ട് ഞാൻ മൂപ്പരിങ്ങനെ നോക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അറിയാണ്ട് ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ചിലവര് ഇൻഡിക്കേറ്റർ ഓഫ് ആക്കാൻ അറിയാം. ചിലവർക്ക് നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അവർ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കും. പിന്നെ ഞാൻ ഇത് വേറൊരു പറയാൻ പറ്റുന്ന എന്റെ ഒരു ഫ്രണ്ട് ലൈക്ക് ആളെ ആദ്യമായിട്ട് ആക്റ്റീവ പഠിച്ചിട്ട് ഇറങ്ങുന്ന. അപ്പൊ ഒരാള് ഓൾ ഇൻഡിക്കേറ്റർ ഇട്ടത് തന്നെ നമുക്ക് അറിയില്ല. അപ്പൊ ഒരാള് ഓൾക്കൊരു ഉപകാരം ആയിക്കോട്ടെ ഇങ്ങനെ കാണിച്ചത് ഓളെ വേറെന്താ പട്ടി എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെ റൂൾസ് ഇവിടെ വന്നാലും അത് നമ്മൾ മലയാളീസ് ഫോളോ ചെയ്യും തോന്നുന്നുണ്ടോ? കുറവായിരിക്കും. എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷന്റെ പ്രശ്നമുണ്ട്. അതായത് പല ആൾക്കാർക്കും ഇപ്പം റൈറ്റ്, ഇപ്പൊ പറഞ്ഞ പോലെ റൈറ്റ് മോസ്റ്റ് ലൈൻ ഓവർടേക്കിംഗ് ലെയിൻ ആണ്, അല്ലെങ്കിൽ ബൈക്ക് ആൾക്കാരുണ്ടാവും. അതാ പറയാം, എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാത്തോണ്ടാണ്. ഇതിനെ പറ്റിയുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പം തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. പിന്നെ വേറൊന്നും പറയട്ടെ, ലൈക്ക് ഇപ്പൊ ഞാൻ തന്നെ വീഡിയോനെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത് ഞാനും അങ്ങനെ ഫോളോ ചെയ്യാറില്ല. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ തിരക്കിട്ട് ബാക്കിയുള്ള കൺട്രീസിലൊക്കെ പോകുമ്പോൾ നമ്മളിപ്പോ മുന്നിൽ കൂടി ഒരാൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ വരുന്ന ആള് നിർത്തി കൊടുക്കും. അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ മലയാളീസ്, ഇവ ഞാൻ അടക്കം ഇടയിൽ കൂടെ കയറ്റാൻ കഴിയുക ലൈക്ക് തിരക്കിട്ട് പോകുമ്പോട്ടോ. പക്ഷെ സെയിം ടൈം ഇപ്പൊ നമ്മൾ തന്നെ കാറ് വളയ്ക്കുക അല്ലെങ്കിൽ മീൻസ് വളയ്ക്കാന്നാണോ യൂടേൺ എടുക്കുന്നതാണ് അതന്നെ ഉദ്ദേശിച്ചത്, വളയ്ക്കാൻ തന്നെയല്ലേ. ഓക്കെ, സോ ഇപ്പൊ ഇവൻ അല്ല അപ്പൊ കാർ ഇപ്പൊ ഞാനിപ്പോ കാർ ഡ്രൈവ് ചെയ്ത് ഞാനാണ് കാർ വലിക്കുന്നതെങ്കിൽ ആരെങ്കിലും ബേക്ക് കൂടെ ഒക്കെ ഇങ്ങനെ ഇടയിൽ കൂടെ കയറി പോകും. അപ്പൊ നമുക്ക് ദേഷ്യം പിടിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ എന്തൊക്കെയാണെങ്കിലും നമ്മളുടെ ആ ഒരു കൾച്ചർ, ആ ഒരു സാധനം ഉണ്ടല്ലോ ഇടയിൽ കൂടെ കേറുക, അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മള് മലയാളീസ് അത് കുറച്ച് നന്നായേനെ. പിന്നെ മാറ്റാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫൈൻ ഒക്കെ സ്ട്രിക്റ്റർ ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർ പേടിച്ചിട്ടെങ്കിലും ട്രിപ്പിള് നമ്മൾ വെക്കുന്നുണ്ട്, 2 ഹെൽമെറ്റ് നമ്മൾ ഇടാതെ പോകുന്നുണ്ട്. ട്രിപ്പിളൊക്കെ ഞങ്ങൾ കോളേജിലൊക്കെ എപ്പോഴും കാണാം, ഫുൾ കോമൺ. അവിടെ ക്യാമറ എത്രയോ ക്യാമറാസ് ഉണ്ട് റോഡില്, എന്നാലും പോകും ആൾക്കാർ. പിന്നെ കണ്ടത് എന്തൊക്കെയാ അറിയോ, ഈ ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്ന ആൾക്കാര്, അതും ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ട് തോന്നുന്നുണ്ട്. ആക്സിഡന്റ് ആവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കൂല, നമ്മളെടുത്താ ഒരു വീണില്ലേ അതന്നെ. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ഇപ്പൊ അടുത്ത് ഏറ്റവും സോഷ്യൽ മീഡിയയിലായാലും ന്യൂസിലായാലും ഇപ്പൊ അടുത്താണ് കുറേ ന്യൂസ് കണ്ടത്, ബസ്സുകാരുടെ ഈ ഒരു ഓട്ടം. അത് ആ ഒരു പിങ്ക് ബസ് നമ്മൾ കാണുവാണ്, സൈഡാക്കി കൊടുക്കണം. ആളെ കൊല്ലിന്ന് വെറുതെ ഇങ്ങനെ പറയും. പക്ഷെ അല്ല, വെറുതെ പറയുന്നല്ല, ആൾക്കാർ എന്തിനാ പറയും, കാരണം അങ്ങനെ ഡ്രൈവ് ഭയങ്കരമായിട്ടല്ല. അത് കുറേ റീസൺസ് ഉണ്ട്. അത് നമ്മൾ ഭയങ്കര പൊളിറ്റിക്കൽ ആയിപ്പം സംസാരിക്കാൻ തുടങ്ങിയാലും, ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ്, ഒരാളുടെ കയ്യിൽ സ്റ്റിയറിംഗ് ഉണ്ടെങ്കിൽ ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ബാക്കിയുള്ളത് പിന്നെ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ലോങ് ഡ്രൈവ് പോകാൻ ഇഷ്ടമാണോ? അതൊക്കെ നമ്മൾ എങ്ങനെ ഒരാളോട് ചോദിക്കാം. നമ്മൾ ഈ വീഡിയോയിൽ ഇംഗ്ലീഷേ പറഞ്ഞിട്ടില്ല. ഡു യു ലൈക്ക് ഗോയിങ് ഓൺ എ ലോങ് ഡ്രൈവ്, അല്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ ഒരു ലോങ് ഡ്രൈവിന് വരാൻ ഇഷ്ടം, വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ ഓൺ എ ലോങ് ഡ്രൈവ് എന്നൊക്കെ ചോദിക്കാം. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ളത്, സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു വെയർ സീറ്റ് ബെൽറ്റ്. ഓക്കെ, പിന്നെ 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 എന്നെ ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്ത് തരുമോ? ക്യാൻ യു ഡ്രോപ്പ് മീ ഓഫ് ദെയർ? അത് ഇപ്പം അല്ലെങ്കിൽ നമുക്ക് നീ ആ വഴിയാണോ പോകുന്നതെന്ന് ചോദിക്കണമെങ്കിൽ ആർ യു ഹെഡഡ് ദാറ്റ് വേ എന്ന് ചോദിക്കാം. പറ്റും, പക്ഷെ കുറച്ചും കൂടി നന്നായിട്ട് ആർ യു ഹെഡഡ് ദാറ്റ് വേ, സോ കുഡ് യു പ്ലീസ് ഡ്രോപ്പ് മീ ഓഫ് ഓൺ യുവർ വേ. നീ പോകുന്ന വഴിക്ക് എന്നെയും കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്ത് തരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ വഴിയല്ല പോകുന്നതെന്ന് എങ്ങനെയാ പറയാ? I am not headed that way. I am not headed that way, അല്ലെങ്കിൽ I am not going that way, അങ്ങനെയൊക്കെ പറയാം. എന്നിട്ട് നീ എത്ര സമയം കൊണ്ട് എത്തും നമുക്ക് ഒരാളോട് ചോദിക്കണം. അപ്പം അതെങ്ങനെയാ ചോദിക്കാം? എന്താ നീ എത്ര സമയം കൊണ്ട് എത്തും? When will you reach? നീ എപ്പോ എത്തും? When will you reach? എത്ര സമയം കൊണ്ട് എത്തും?
how much time would it take for you to reach here എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ how long till you get here, എത്ര സമയം കൊണ്ട് എത്തും, how long till you get here. Okay, so ഞാനൊരു 1/2 മണിക്കൂർ കൊണ്ട് എത്തും എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. So we have learned so many basic sentences as well as few experiences that we had during driving also. So നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക and join. Bye bye.